ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു അത്ഭുതമാണ്. ഇസ്ലാം മതത്തിലെ എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ അത്രയും മനോഹരമാണ്. എല്ലാം ഇസ്ലാമിലൊന്നും നമുക്ക് എതിരില്ലല്ലോ, ഒരു മതത്തിനും എതിരെ ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ. വളരെ ലളിതാണ്, സുന്ദരാണ്. നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു സാറുള്ളൊരു സന്തോഷമുള്ള മാസമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതയാത്രയിൽ സർവർക്കും ദാഹജലം പകരുന്ന സ്നേഹസാഗരം ഇസ്ലാം. പല വഴികളിലായി യാത്ര തിരിച്ചാലും ചെന്നണയാവുന്ന അതിൻ്റെ മാർഗങ്ങളെല്ലാം ലളിതം. ആർത്തലക്കുന്ന തിരമാലകൾക്കിടയിലും ആശ്വാസത്തിൻ്റെ താളം പകരുന്ന ആ മന്ത്രങ്ങളത്രയും സുന്ദരം. ഇസ്ലാം ലളിതം, സുന്ദരം. ഇസ്ലാം വിശ്വസിച്ചവർക്കും ഇസ്ലാമിനെ അറിയുന്നവർക്കും ഇസ്ലാമിനെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോട് അവരുടെ മനസ്സിലുള്ള ഇസ്ലാമിനെക്കുറിച്ച് നമുക്കൊന്നറിയാം. ഇസ്ലാമിൽ നിങ്ങൾക്ക് തോന്നിയ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്. ഇസ്ലാമിൽ നിങ്ങൾക്ക് തോന്നിയ ഏറ്റവും നല്ലൊരു കാര്യം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയൊരു മതം. അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് വേണ്ടി, ഈ നാടിൻ്റെ ഉമ്മത്തിന് വേണ്ടി ഇറക്കിയൊരു മതം ഇസ്ലാം മതം. ഏകദൈവ വിശ്വാസം, അതാണ് ഇസ്ലാം മതം. പിന്നെ ഇസ്ലാമിന് കൊണ്ട് നമുക്ക് ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം, കാര്യങ്ങളുണ്ടാകും. 5 വക്ത് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മനസ്സിനൊരു കുളിർമ ചേരുന്നൊരു കാര്യമാണ്. എല്ലാവരുടെ വിഷമവും ടെൻഷനുകളൊക്കെ മാറിക്കും. അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾക്ക് ഈ ഇസ്ലാമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നല്ലതായിട്ട് തോന്നിയൊരു കാര്യം എന്താണല്ലോ? ഇസ്ലാമിലേക്ക് നല്ലതായി തോന്നിയത് ഒന്നാമത് സലാം പറയലാണ്. കാരണം നമ്മൾ സൗഹൃദം പുതുക്കാൻ നല്ലൊരു സാധനമാണ് സലാം. ഒരു മറ്റൊരാളെ മുഅ്മിനിനെ കാണുന്ന ടൈമിൽ നമുക്ക് സലാം പറയാം. അതിപ്പോൾ നമ്മൾ അറിയുന്ന ആളായിക്കോട്ടെ അറിയാത്ത ആളായിക്കോട്ടെ, ഒരു മുസ്ലിം ആണോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാം, സലാം അടക്കാം. അതാണ് എനിക്ക് ഇസ്ലാമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പാവപ്പെട്ടവർ കൊടുക്കണം എന്നുള്ളത് ആ സിസ്റ്റത്തോട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്താ? അങ്ങനെ കൊടുക്കുന്നത് 2% കൊടുക്കണം എന്ന് പറയണ്ടല്ലോ. കൊടുക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങളൊരു കാഴ്ചപ്പാട് എന്താണ് അങ്ങനെ കൊടുക്കുന്നതിന്? അങ്ങനെ കൊടുത്താൽ നമ്മുടെ നാട്ടിൽ സാധുക്കളൊന്നും ഉണ്ടാവില്ല, സാധുക്കൾ രക്ഷപ്പെടും. എല്ലാവരും അതേമാതിരി സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ, ധനികന്മാരൊക്കെ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ സാധുക്കളൊക്കെ എന്ത് ചെയ്യും, രക്ഷപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഇസ്ലാം ലളിതം സുന്ദരം. നിങ്ങൾക്ക് ഇസ്ലാമിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് എന്താണ്? അത് പറഞ്ഞാൽ ഏറ്റവും ഇസ്ലാമിൽ നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് ഭക്ഷണം തയ്യാറാക്കുക, അത് ജനങ്ങളിൽ എത്തിക്കുക, അത് നമ്മളെ ജോലി. വേറെ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായി തോന്നിയത് ഇസ്ലാമിൽ. ഓക്കെ, അതിനൊക്കെ കുറേ കൂലിയുണ്ടല്ലോ അല്ലേ? കൂലിയുണ്ട്. ഭക്ഷണം തയ്യാറാക്കുക, ആളുകൾ എത്തിക്കാൻ വലിയ കൂലിയുള്ള കേസാണ്. നമ്മുടെ ഇസ്ലാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതിപ്പോൾ ഇസ്ലാമിൽ 5 കാര്യങ്ങളായിട്ടുള്ളതാണ്. ഒന്ന് സക്കാത്തായിട്ട്, നമസ്കാരമായിട്ട്, നോമ്പായിട്ട്, പിന്നെ ഹജ്ജ്, ഇങ്ങനെയുള്ള 5 വിഷയങ്ങൾ ഇസ്ലാമിലുള്ള കാര്യങ്ങളുണ്ട്. ഈ 5 വിഷയങ്ങളും മുസ്ലിങ്ങളിൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. അത് നിർവഹിക്കുന്നവർക്ക് അത് പ്രാധാന്യം അല്ലാഹു തആല ഈ ലോകത്തും പരലോകത്തും അല്ലാഹു തആല എന്ത് ചെയ്യും, കൊടുക്കും. അത് തീർച്ചയാണ്. കാരണം നമസ്കാരം മറ്റ് മുഅ്മിനീങ്ങൾ ആദം നബി അലൈഹി സ്വലാം മുതൽക്കുള്ള പ്രവാചകന്മാർ വന്നത് മുതൽക്ക് ഓരോരുത്തർക്കും നിസ്കാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കായിട്ട് കാഴ്ചവെച്ചതായിരിക്കുന്ന ആ റജബ് മാസം 27-ാം രാവിലെ അല്ലാഹു തആല പ്രധാനമായിട്ട് കൊടുത്ത ഒരു കാര്യമാണ് 5 വക്ത് നിസ്കാരം. അത് നമ്മുടെ ഉമ്മത്തിങ്ങൾക്ക്, അതായത് റസൂലിൻ്റെ ഉമ്മത്തിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ്. അതിനി കിട്ടാനില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റമദാനിൽ ഇറങ്ങിയതും അതും നമ്മൾക്ക് ഏറ്റവും വലിയ, പ്രത്യേകിച്ച് റസൂലിൻ്റെ ഉമ്മത്തുകളാകുക എന്നുള്ളത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളാകുക എന്നുള്ളത് അത് നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ആ റസൂലിൻ്റെ ചര്യ മുറുകെ പിടിച്ച് ജീവിക്കാനും, അതുപോലെ അവസാന നാളിൽ നമുക്ക് അവസാനം വരെ നല്ല നിലയിൽ പ്രവർത്തിച്ച്
അതിൻ്റെ കാര്യങ്ങളും കർമ്മങ്ങളും പ്രത്യേകിച്ച് കൊണ്ട് നടന്ന് മുഅ്മിനായിട്ട് മരിക്കാനും അതിനു വേണ്ടി നമ്മൾക്ക് നിലകൊള്ളാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അതിനുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് അള്ളാഹു തആല നൽകിയതായിരിക്കുന്ന ഈ നേട്ടത്തിന് വലിയ ഒരു സൗഭാഗ്യമായിട്ട് നമുക്ക് കണക്കാക്കാം. അള്ളാഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇസ്ലാം മതത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞത് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് വളരെ മനോഹരം. അതിൽ വലിയ മനോഹരം എന്താണ്, ഇസ്ലാമായിട്ട് മരിക്കാൻ കഴിഞ്ഞു വെച്ചാൽ അതിൽക്കും വലിയൊരു ഭാഗ്യം വേറെ കിട്ടാനില്ലല്ലോ. ഒരു മുസ്ലിമിന് ഈ ദുനിയാവിൽ കിട്ടാൻ അതിനെക്കാട്ടും വലിയൊരു ഭാഗ്യമില്ലല്ലോ. റംസാൻ നോമ്പ്, റംസാൻ നോമ്പ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളല്ലാതെ മുസ്ലിങ്ങൾ അന്യമതസ്ഥരെ നോമ്പ് വെക്കുന്നത് അതിന് പ്രതിഫലം ആലോചിച്ചിട്ടല്ലോ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളൊരു മെച്ചം ആലോചിച്ചിട്ടാണല്ലോ. അതും കൂടി അവർക്ക് ശാരീരികമായിട്ട് ഗുണമുണ്ട്. അത് വയറിനൊക്കെ ഒരു റെസ്റ്റ്, നമ്മൾ ആമാശയമൊക്കെ ഒന്ന് റെസ്റ്റ് ആക്കുക നല്ലതാണ്. അതിനെക്കാട്ടും നമ്മൾക്ക് ഭൗതികമായിട്ടല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പരലോകത്തുണ്ടല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിന് ഗുണം കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നോമ്പ് വെക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണ് ഇസ്ലാം മതത്തിൽ? റമദാൻ മാസം തന്നെ, റമദാൻ മാസം നോമ്പ് മറ്റു മതസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു മാസം തന്നെയാണ് അത്. അപ്പോൾ ഈ നമ്മൾ പൊതുവെ പുറത്ത് മറ്റു ആളുകൾ പറയലുണ്ട് പട്ടിണിക്കിടാണ് ഒരു മാസം മൊത്തം. പട്ടിണിക്കില്ലാതെ ഏറ്റവും നല്ലൊരു മാസമാണ്, നല്ലൊരു നമ്മൾ ശരീരത്തിന് തന്നെ ഒരു സാറുള്ളൊരു സന്തോഷമുള്ള മാസമാണ്. തറാവി ഇതൊക്കെ പോയി നിസ്കരിക്കുമ്പോൾ അതൊക്കെ സെറ്റപ്പ് തന്നെയാണ്. ആ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഫുള്ള് സെറ്റപ്പാണ്, പ്രാർത്താണ്. നമുക്ക് പിന്നെ ഇസ്ലാമിനെ പറ്റിയില്ല കൂടുതൽ നമുക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മളെ ഇതര സമുദായക്കാരോടാണ് നമ്മളെ ചോദ്യം പ്രസക്തം. തന്നെ ഉണ്ടാവുമല്ലോ ഏറ്റവും മനോഹരമായിട്ട് ആളുകാരുണ്ടാവും, പിന്നെ എല്ലാത്തിലും ഉണ്ടാവൂലേ ഒരു തെറ്റായ പിന്നെ ഒരു വശം ഉണ്ടാവൂലേ. അപ്പോൾ നിരൂപണം നടത്തുന്നപ്പോൾ നമ്മളെ ആരിഫിൻ്റെ മേലുള്ള ആൾക്കാരില്ലേ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടാവില്ലേ. ഇസ്ലാമിലെ ആശയങ്ങൾ വിമർശിക്കുന്നവരല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. അവൻ്റെ പേര് തന്നെ ആരിഫ് മുഹമ്മദ് എന്നാണ്. ഓനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്തെല്ലാം. അപ്പോൾ ഓൻ്റെ ബുദ്ധിയിലുള്ള ഉദിക്കണ ഓരോ വിഷയങ്ങളുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചിന്താഗതി വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ യഥാർത്ഥ ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ അതൊരു പൂർണ്ണമായിട്ടുള്ള എല്ലാ നിലക്കും നമ്മൾ എന്താക്കണം, ഇസ്ലാമിക ഇസ്ലാമിൽ ഈ സക്കാത്ത് കൊടുക്കാന്നുള്ളതല്ലേ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പൈസ ബാക്കിയുള്ള അങ്ങനെ ആളുകൾ വിലയിരുത്തില്ല പുറത്തുള്ള. അതൊക്കെ ഇസ്ലാമിനെ പറ്റി അറിയാത്ത അല്പജ്ഞാനികളായ ആളുകൾ വിമർശനത്തോടുകൂടി കാണുന്ന വിഷയങ്ങളാണ്. അതിലൊന്നും നമുക്ക് എന്താക്കാൻ പറ്റില്ല, വിമർശിക്കാൻ പറ്റില്ല. അതെന്താ പറയുക, അവർ ആ വിഷയത്തിനെ പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാചകൻ അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ പിന്നെ പണിയെടുക്കുന്നവനക്ക് വിയർപ്പ് പണിയെടുത്തവനക്ക് അവന് പിന്നെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അതേ ആശയമല്ലേ നമ്മളിലുള്ളത്. അപ്പോൾ അത് ഇസ്ലാമിനെ പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾ അങ്ങനെ വിമർശിക്കും, അല്ലാത്തൊന്നും അല്ല ഇതിൽ. നല്ല കാര്യമുണ്ട്. നമ്മളെ ചുറ്റുപാടത്തുള്ള ആൾക്കാർ ഞാൻ കോട്ടപ്പുറത്താണ്, സംഘടനയാണ്. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ വീട്ടുകാരുണ്ട്, ഞങ്ങളെ കൊണ്ടുവന്നത് നമ്മളായിട്ട് നല്ല ബന്ധങ്ങളാണ്. ഇതൊക്കെ കാര്യങ്ങൾ നല്ല ബന്ധം, അയൽവാസി നല്ലത് ബന്ധം. അയൽവാസികളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളായിട്ടൊക്കെ നല്ല സ്വന്തം വീട്ടുകാരുമായി തന്നെയാണ്. ഓക്കെ, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. കാരണം ഒക്കെ മനുഷ്യസ്നേഹികളാണ്, അതല്ല പ്രധാനം. അതുണ്ടായിട്ടുണ്ട്, അതെല്ലാവരും ഉണ്ടായിട്ടുണ്ട്, ഇല്ലാത്തവരുണ്ട്. അത് നമ്മൾ മതപരമായിട്ട് കാണണ്ടാന്ന് എനിക്ക് ഇതിനെ പറ്റി പറ്റുള്ളൂ. അത് നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കാണുന്ന വ്യക്തിയാണ് ഞാൻ. നമ്മളെ ഇസ്ലാം മതത്തിൽ ഏറ്റവും നന്നായി തോന്നിയൊരു കാര്യം ഇപ്പോൾ സക്കാത്തുണ്ട്, നോമ്പ് നോൽക്കലുണ്ട്. അത് തീർച്ചയായിട്ടും അതിപ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കുക എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ്. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ കൊണ്ട് അറിയാൻ പാടില്ല എന്നുള്ളൊരു അതാണ് ഏറ്റവും വലുത്. അതാണ് ഏറ്റവും സുന്ദരവും മനോഹരവും. ഏറ്റവും മനോഹരമായിട്ട് തോന്നിയൊരു കാര്യം എല്ലാം ഇസ്ലാമിലൊന്നും നമുക്കെതിരെ ഇല്ലല്ലോ. ഒരു മതത്തിനും എതിരെ ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ. ഒരു മതത്തിനും എതിരല്ല ഇസ്ലാം. എല്ലാ മതത്തെ അംഗീകരിക്കുന്ന ഒരു പിന്നെ സംഘടനയാണ്, ഒരു മതമാണ് ഇസ്ലാം മതം. അതിന് യാതൊരു തർക്കമില്ല. അതിൽ വലിയ വലിയ എഴുത്തുകാരൊക്കെ പറഞ്ഞതിൽ അവസാനം വെച്ചിട്ട് പല ആൾക്കാരും പറഞ്ഞു പോലെ പല വിഷയങ്ങളും ഒരു നമ്മളെ ഖുർആനിൽ തട്ടിച്ചു നോക്കുമ്പോൾ ഉത്തമമായ ഒരു ഗ്രന്ഥമാണെന്ന് വരെ അവർ പറഞ്ഞു. എല്ലാ ആളുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു ഉദാഹരണം, പഴയ കാലത്ത് നമ്മളൊക്കെ 5ാം ക്ലാസ് മാർച്ച് പഠിച്ചിരുന്ന സമയത്ത് കിട്ടിയ 4 തൊട്ടാൽ 7 പ്രാവശ്യം 8 പ്രാവശ്യം കഴുകണം എന്നൊക്കെ. ഇപ്പോൾ എന്തായി, അമേരിക്കയിലെ ഡോക്ടർമാരടക്കം അതെന്ത് ചെയ്തു, അത് ശരിയാണെന്ന് അംഗീകരിച്ചു. അത് നമ്മൾ ഇസ്ലാമത്തിൻ്റെ ഒരു കഴിവ് തന്നെയല്ലേ.
അതിൽ വേറെ എന്താ? അപ്പോൾ അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. ഇസ്ലാം മതം അംഗീകരിച്ച എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മതമാണ്. അപ്പോൾ ഓലേക്ക് നിന്ന് കിട്ടിയ ഏറ്റവും നല്ല മനോഹരമായ നിമിഷങ്ങളും സന്ദർഭങ്ങളൊക്കെ ഞങ്ങളെ എത്തുന്ന പങ്കുവെക്കുകയാണെങ്കിൽ ഇസ്ലാം മതത്തിൽ ഏറ്റവും നന്നായി തോന്നിയൊരു കാര്യം ഉണ്ടാവില്ല, നമ്മൾ സക്കാത്ത്, നോമ്പ്, നിസ്കാരം, അതിലൊക്കെ ഏറ്റവും നന്നായിട്ട് തോന്നിയ മനോഹരമായിട്ട് തോന്നിയൊരു സാധനം എന്താണെന്നുള്ള പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. പാവങ്ങളെ സഹായിക്കുക, സദക്ക ചെയ്യുക, പാവങ്ങളെ സഹായിക്കുക. അത് ഏത് രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അത് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് പരമാവധി നമ്മളെ കൊണ്ട് ഉപയോഗപ്പെടുത്തണം. അതാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉപയോഗപ്പെടുത്തണം, ഇനിയും ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അതാണ് കൂടുതൽ പറയാനുള്ളത്. ആഗ്രഹം. നമ്മളെ ഇസ്ലാം മതത്തിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയൊരു കാര്യം എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇസ്ലാം മതത്തിൽ എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ അത്രയും മനോഹരമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് അസ്സലാമു അലൈക്കും എന്നാണ്. അപ്പോൾ അത് ഉദ്ദേശിക്കണത് തന്നെ നമുക്ക് സലാം, പിന്നെ അള്ളാഹുവിൻ്റെ പിന്നെ കാരുണ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചും ആൾ മറുപടി കൊടുക്കുന്നതും, അപ്പോൾ നമ്മൾ ഒരു പരിചയമില്ലാത്ത പരസ്പരം അങ്ങോട്ട് കൊണ്ട് കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അഭിസംബോധന ചെയ്യണത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഇസ്ലാം എത്രത്തോളം എല്ലാ കാര്യത്തിലും ഇസ്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു എന്ന് പറയാം അത്രക്കും പെർഫെക്റ്റാണ്. പിന്നെ മൊത്തത്തിൽ പിന്നെ എന്താ പറയുക ഒരു നാച്ചുറലായിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. മനുഷ്യനെ എങ്ങനെയാണോ ജീവിക്കേണ്ടത് A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിക്ക് ഇസ്ലാം നമ്മൾ ജനിച്ച് മരിക്കുന്നത് വരെയുള്ള മരണാനന്തര ജീവിതത്തിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് തരുന്ന ഒരേ ഒരു മതം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു അത്ഭുതമാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യം മുതൽ ഒരു വലിയ കാര്യത്തിന് വരെ റെസ്ട്രിക്ഷൻസും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ്. അതുതന്നെയാണ് അത്ഭുതം. ആർക്കും സിമ്പിളായിട്ട് ജീവിക്കാനുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഒരു ചെറിയ ഈവനൊരു ചെറിയ നമ്മൾ ഇബാദത്തുകൾ മാത്രമല്ല, നമ്മളൊരു ചെറിയ ജോലിക്ക് പോകുന്നത്, പഠിക്കാൻ പോകുന്നത് ഒക്കെ നിയത്തിനനുസരിച്ചിട്ട് നമുക്ക് അതിനൊക്കെ പ്രതിഫലവും കാര്യങ്ങളുള്ളതാണ്. അപ്പോൾ അതുതന്നെയാണ് അത്ഭുതപ്പെടുത്തുന്നത്. മറ്റുള്ള പ്രത്യയശാസ്ത്രത്തിനെ കാട്ടി അത്ഭുതപ്പെടുന്ന ഒരു സംഭവമാണ്.